നമസ്കാരം, ഗ്രേപ്സിലേക്ക് സ്വാഗതം. ഗ്രേപ്സിന്റെ ഒരു യൂട്ടിലൈസേഷൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം ഞാൻ രാവിലെ ഈ 5 മണിക്ക് ഈ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസം തന്നെ എടുത്താൽ ഇപ്പോൾ പോലും ഒരു 1 ലക്ഷത്തിന് മേലുള്ള ആൾക്കാർ ഗ്രേപ്സിന്റെ സ്ക്രീനിന് മുമ്പിലുണ്ടാവും. അത്രയധികം മനുഷ്യർ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായിട്ട് ഗ്രേപ്സ് വളരെ ഇഷ്ടത്തോടെ ഉപയോഗിക്കുന്നുണ്ട്. ചിലരൊക്കെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നതിന് പകരം ഗ്രേപ്സ് എന്നാണ് പറയുക. ആ ലെവലിലേക്ക് ഈ സമൂഹം അക്സെപ്റ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതല്ല. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സ്റ്റാഫുകളും പേഷ്യൻസും ഒരുപോലെ അവരുടെ വീടുകളിൽ നിന്ന് പലവിധ സാഹചര്യങ്ങളെ കടന്നാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന സ്റ്റാഫുകൾ 365 ദിവസവും ഈ സോഫ്റ്റ്വെയറിൻ്റെ മുമ്പിൽ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒരേ കാര്യം റിപ്പീറ്റായി കാണുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു ബോറിംഗ് ഉണ്ട്. പലപ്പോഴും സോഫ്റ്റ്വെയറുകൾ പെട്ടെന്ന് അനഭിമതമാകുന്നത് പോലും ഈ ബോറിംഗ് കൊണ്ടാണ്. അപ്പോൾ ഗ്രേപ്സ് പലപ്പോഴും സുപരിചിതമായതിനു ശേഷം അവരതിലേക്ക് അത്രമാത്രം ആകൃഷ്ടരാകുന്നത് ഗ്രേപ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന സോഷ്യോ സൈക്കോളജിക്കൽ ഡിസൈനിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. നിങ്ങൾ ആ ലോഗിൻ ചെയ്ത് വരുന്ന സ്ക്രീനിൻ്റെ സൈസ്, കളറിങ്, പാറ്റേൺ ഒക്കെ നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ മനോഹരമാക്കി നിലനിർത്താൻ സഹായിക്കത്തക്ക വിധത്തിൽ വളരെ വർഷങ്ങളെടുത്ത് വളരെയധികം പണച്ചെലവോടുകൂടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ഗ്രേപ്സിൻ്റെ സ്ക്രീനിൽ കാണുന്ന ഒരു ലൈറ്റ് ബ്ലൂ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോടുകൂടി ഒരു പ്രാവിൻ്റെ പടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. വളരെ ലൈറ്റായിട്ടുള്ള വെള്ള കലർന്ന നീല കളറ് വിശാല മനസ്ഥിതി ഉണ്ടാക്കുന്നതിനും ശാന്ത സ്വഭാവം ഉണ്ടാക്കുന്നതിനും ഉപകരിക്കപ്പെടും എന്ന് എല്ലാ സൈക്കോളജിക്കൽ സ്റ്റഡീസിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ഓരോ ജീവജാലങ്ങളെയും കാണുന്നതിന് പ്രത്യേകതരം മാനസികാവസ്ഥകൾ ഉണ്ട്, അതുണ്ടാക്കുന്നുണ്ട് നമ്മൾ മാനസികാവസ്ഥ. പ്രാവ് ഏറ്റവും ശാന്തമായൊരു ജീവി എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ച് തലമുറകളായി കാണുന്നത് കൊണ്ട് ആ ഒരു പ്രാവിൻ്റെ ചിത്രവും നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ ശാന്തമായിരിക്കാൻ സഹായിക്കും. ഓരോ കാലഘട്ടത്തിൻ്റെയും വിശേഷങ്ങൾ അവിടെ സ്ക്രീനിൽ വരാൻ വേണ്ടി ഡൈനാമിക് സ്ക്രീനായിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എയ്ഡ്സ് ഡേയെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ വരും, ടീച്ചേഴ്സ് ഡേയിൽ ആ എഡ്യൂക്കേഷൻ വരും, നേഴ്സസ് ഡേയിൽ വരും. അതൊക്കെ ഹോസ്പിറ്റലിന് തന്നെ കൈകാര്യം ചെയ്യത്തക്ക വിധത്തിലൊരു ഫോൾഡർ ബേസ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് കൊണ്ടുവന്ന് ബേസ് ഇമേജിനെ, ആ ബേസ് ഇമേജിൻ്റെ ഓറിയൻറ്റേഷനോ ഗ്രാഫിക്കൽ ആക്യുറസിയോ കീപ്പ് ചെയ്യാതെ, കളർ കോമ്പിനേഷൻ ഒട്ടും കീപ്പ് ചെയ്യാതെ, ഹോസ്പിറ്റൽ IT-കാരോ അവിടെ ഒരു ഡിസൈനർ ഉണ്ടാകും, സാധാരണ ഗ്രാഫിക്സ് മാത്രം അറിയാവുന്ന ഒരാൾ അദ്ദേഹം ഡിസൈൻ ചെയ്തൊരു സ്ക്രീൻ എടുത്തിട്ടുണ്ടാവും. നമുക്ക് നോക്കുമ്പോൾ മാനേജറിൻ്റെ മുമ്പിൽ നമ്മളൊരു വലിയ കാര്യം ചെയ്തതുപോലൊക്കെ തോന്നും. ഹോസ്പിറ്റലിൻ്റെ തന്നെ ഇമേജ് എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ വളരെയധികം റെഡ് കളറുകളൊക്കെ വാരിക്കോരി ഉപയോഗിച്ചിട്ടുണ്ടാവും. ഒരു ഫോണ്ട് കോമ്പിനേഷൻ നോക്കാതെ ടെസ്റ്റുകൾ വാരി നിറച്ചിട്ടുണ്ടാവും. അസ്വസ്ഥപ്പെട്ട മനസ്സോടുകൂടിയായിരിക്കും നമ്മുടെ സ്റ്റാഫുകൾ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നത്. ദയവായിട്ട് അത്തരത്തിൽ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഇമേജുകൾ ഉപയോഗിക്കരുത്. അൾട്ടിമേറ്റ്ലി നമ്മൾ വിൻഡോസ് 11 വിൻഡോസ് പോലും കൗഡ് ഇമേജസ് ഉപയോഗിച്ചുകൊണ്ട് വിൻഡോകളെ ഡെവലപ്പ് ചെയ്തത്. നമ്മൾ 17 കൊല്ലം മുമ്പ് തന്നെ ചില തേർഡ് പാർട്ടി ടൂൾസുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും വളരെ സ്മൂത്ത് എഡ്ജോടുകൂടിയ കർവ്ഡ് ഇമേജസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ഡൈനാമിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻസ് ഉപയോഗിച്ച് നമ്മുടെ ഹോസ്പിറ്റലുകളുടെ എംപ്ലോയീസിൻ്റെ മാനസികാവസ്ഥയെ സന്തുലിതപ്പെടുത്തിയിട്ടുണ്ട്. സോ വേറൊരു കാര്യം കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒരു റിസപ്ഷനിലേക്കൊക്കെ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ആ റിസപ്ഷനാണ് ഹോസ്പിറ്റലിനകത്തേക്ക് എത്തി നോക്കാൻ കിട്ടുന്ന ആദ്യത്തെ സ്ഥലം. അവിടെ മിക്കവാറും ഒരു ക്യാഷ് കൗണ്ടിങ് മെഷീൻ വെച്ചിട്ടുണ്ടാവും. നോട്ട് കൗണ്ട് ചെയ്യാനുള്ള മെഷീനൊക്കെ വയ്ക്കേണ്ട ബാങ്കിലാണ് കേട്ടോ. പേഷ്യൻസ് നിങ്ങൾ പണം എണ്ണി വാങ്ങാൻ കാത്തിരിക്കുന്നവരാണ് എന്നൊരു മെസ്സേജ് സ്വീകരിക്കാൻ അത് കാരണമാകും. അത്തരത്തിലുള്ള ടൂൾസൊന്നും തന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിൽ ഉപയോഗിക്കേണ്ടതല്ല. അവിടെ ഒന്നോ രണ്ടോ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ചുമ്മാ വെച്ചിരുന്നാൽ അത് കൊടുക്കുന്നൊരു ഫീല് വേറെയാണ്.
അതുപോലെ തന്നെ പണ്ട് റെസിപ്റ്റ് എഴുതി അതിനകത്ത് റിസീവ്ഡ് സീലൊക്കെ അടിച്ചു കൊടുക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു ബോക്സ്, അതിൽ ഈ സീലിൻ്റെയും പെന്നിൻ്റെയൊക്കെ ഇങ്ക് കൊണ്ട് വരച്ച് ഒരു 100 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും ആ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്. വളരെ പഴകിയ രജിസ്റ്ററുകളും പേപ്പറുകളും ഒക്കെ കുത്തി നിറച്ച ഒരു റിസപ്ഷൻ ടേബിള്, അതൊക്കെ ഇത്തിരി മനോഹരമായിരിക്കട്ടെ. നിങ്ങൾ ആരെയും സ്വീകരിക്കാൻ പറ്റുന്ന അത്ര മനോഹരമായി എപ്പോഴും തൂത്ത് തുടച്ച് വൃത്തിയാക്കിയ, കഴിയുന്നത്ര വൈറ്റ് ഓറിയൻറ്റഡ് കളറിംഗ് ഉള്ള ഒരു സ്ഥലമാക്കി നമുക്ക് മാറ്റാം. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മുടെ മാനസികാവസ്ഥയെ കളറുകൾ വളരെ സ്വാധീനിക്കുന്നുണ്ട്. ചിലരൊക്കെ പച്ച കളറ് ക്രിയേറ്റിവിറ്റിയുടേതാണ്, അത് നമുക്ക് പ്രൊഡക്ടിവിറ്റി തരും, വളരെ മനോഹരമായ മാനസികാവസ്ഥ തരുമെന്നൊക്കെ വിശ്വസിച്ചിട്ട് കടും പച്ച നിറങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. നല്ലതല്ല കേട്ടോ. നമുക്ക് ലൈറ്റ് ഗ്രീനാണ് പ്രൊഡക്ടിവിറ്റി മൈൻഡ് സെറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ബേസ് കളർ ലൈറ്റ് ബ്ലൂ ആണ്. നമ്മുടെ സ്ക്രീനിൽ മാത്രമല്ല, കഴിയുന്നത്ര അത് ഉപയോഗിക്കുക. എന്നാൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ പിങ്ക് കളറിന് വളരെ സ്വാധീനം ചെലുത്താൻ കഴിയും. ആയിക്കോട്ടെ, അത് ആ ഏരിയകളിലാണ് വേണ്ടുന്നത്. പേഷ്യൻസ് വളരെ കൃത്യമായിട്ടും സമാധാനം ആഗ്രഹിക്കുമ്പോൾ ആകാശത്തേക്കൊന്ന് നോക്കുന്നതും കടലിലേക്ക് നോക്കുന്ന വ്യത്യാസം, രണ്ടും ബ്ലൂ ആണ്. കടലിൻ്റെ ആഴം പ്രകടിപ്പിക്കാനായിട്ട് കടുത്ത നീല ഉപയോഗിക്കുമ്പോൾ വിശാലതയ്ക്ക് വേണ്ടി ആകാശം നമുക്ക് ലൈറ്റ് ബ്ലൂ തരുന്നു. ആ ലൈറ്റ് ബ്ലൂ ആണ് ഹോസ്പിറ്റലിൽ നല്ലത്. അതുപോലെ തന്നെ വളരെ ക്രിട്ടിക്കൽ കെയറിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് കളർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു തലത്തിലോ, അല്ലെങ്കിൽ ഗ്രേപ്സിൻ്റെ ടാഗ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അത്തരത്തിലുള്ള കളറൊക്കെ ഉപയോഗിക്കാം. അത് വല്ലാത്ത കോൺഫിഡൻസ് കൊടുക്കും മനുഷ്യർക്ക്. എനിക്ക് ഇനിയും തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ചിന്ത കൊടുക്കും. അപ്പോൾ ഈ കളറ് വളരെ സയൻറ്റിഫിക്കായിട്ട് ഗ്രേപ്സിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ പേഴ്സണലൈസ്ഡ് ഹോസ്പിറ്റലിൻ്റെ ഇമേജസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഷേപ്പ്, പാറ്റേൺ, കളർ കോമ്പിനേഷൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. താങ്ക് യു.